ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കോയമ്പത്തൂരാണ്. അപ്പോൾ കോയമ്പത്തൂർ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു കാര്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബോച്ചയുടെ ഫുഡ് എക്സ്പ്രസ് കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെറും ഫുഡ് എക്സ്പ്രസ് അല്ല, ശരിക്കും ഒരു അടിപൊളി എക്സ്പ്രസ് തന്നെയാണ്. ഒരു എക്സ്പ്രസ്സിൻ്റെയോ തീവണ്ടിയുടെയോ ബോഗി അങ്ങനെ തന്നെ കൺവേർട്ട് ചെയ്ത് ഒരു റെസ്റ്റോറൻറ്റാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ എത്തുന്ന മലയാളികൾക്ക് എന്നും കേരളീയ ഭക്ഷണം അല്ലെങ്കിൽ മലയാള തനിമയുള്ള ഭക്ഷണം കിട്ടുക എന്നുള്ളത് കുറച്ച് വിഷമമുള്ള കാര്യമായിരുന്നു. അപ്പം ഇനി അതാരും ബുദ്ധിമുട്ടണ്ട, ഇവിടേക്ക് വന്നാൽ മതി. നമ്മുടെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് ബോച്ചയുടെ ഈ ഫുഡ് എക്സ്പ്രസ് നിൽക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലൊക്കെ ഓടുന്ന ക്യൂൻസ് ഓൺ വീൽസ് അല്ലെങ്കിൽ മഹാരാജാസ് എക്സ്പ്രസ് തുടങ്ങിയ വലിയ വലിയ ട്രെയിനുകളിലൊക്കെ ലാവിഷായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ കുറച്ചധികം കാശ്, 2 മുതൽ 10 ലക്ഷം വരെയൊക്കെ കാശ് ചിലവാകും. പക്ഷെ അതേ സുഖസൗകര്യങ്ങളോട് കൂടി നമുക്ക് ലാവിഷായിരുന്ന് നമ്മുടെ ഫാമിലിയോടൊപ്പം സ്വസ്ഥമായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് നമ്മുടെ ബോച്ചയുടെ ഫുഡ് എക്സ്പ്രസ് അറ്റ് കോയമ്പത്തൂരുള്ളത്. ഇനി അതിൻ്റെ ഇൻറ്റീരിയേഴ്സാന്ന് പറഞ്ഞാലും അടിപൊളിയാണ്. നമ്മളൊരു മഹാരാജാസ് എക്സ്പ്രസിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെയാണോ കാണുന്നത് അതിനേക്കാൾ ലാവിഷായി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻറ്റീരിയറാണ്. ഒരു സൈഡിൽ 2 ആൾക്ക് വീതം ഇരിക്കാൻ പറ്റാവുന്ന ടേബിളും ഒരു സൈഡിൽ 4 അല്ലെങ്കിൽ 6 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റാവുന്ന തരത്തിലാണ് ടേബിൾസ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇൻറ്റീരിയേഴ്സ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. പക്ക നമ്മൾ വലിയ ട്രെയിനുകളിലൊക്കെ കാണുന്ന പോലെയുള്ള സെറ്റിങ്ങുകളാണ്. പിന്നെ അതിൻ്റെ പുറത്തും ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അവിടെയും നമുക്ക് എന്തെങ്കിലും ഗെറ്റ് ടുഗദേഴ്സോ എന്തെങ്കിലും പാർട്ടികളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് അറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം ആരും മറക്കരുത്, കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനടുത്ത് നമ്മൾ ബോച്ചെ ഫുഡ് എക്സ്പ്രസ്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.